നമസ്കാരം. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച സിദ്ധാർത്ഥൻ്റെ ദാരുണ മരണം ഒടുവിൽ CBI അന്വേഷിക്കുകയാണ്. അങ്ങനെ നേരറിയാൻ CBI എത്തിയിരിക്കുകയാണ്. ഈ സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ നേരറിയാൻ ഒടുവിൽ CBI എത്തിയിരിക്കുകയാണ്. ഈ CBI അന്വേഷണം എത്തുമ്പോൾ ഇത് എത്ര കണ്ട ഫലപ്രാപ്തിയിലാകും? നമ്മൾ ഈ സിദ്ധാർത്ഥൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ഈ കേരള പോലീസിൻ്റെ അന്വേഷണം നേരായ വഴിക്ക് പോകാൻ സാധ്യത കുറവാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, രാഷ്ട്രീയമായിട്ടും മറ്റും. അന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഇത് CBI വരണമെന്നുള്ളത്. അതെ, നമ്മൾ ആ വീഡിയോ ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതിന് മുഖ്യമന്ത്രി അനുമതി കൊടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത ഒരു വീഡിയോയുടെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് നമുക്കതിനെ കണക്കാക്കുന്ന ഒരു തെറ്റുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു CBI ഒരു കേസ്, ഒരു പ്രമാദമായ ഒരു കേസിൽ CBI അന്വേഷണം ഇത്രയും വേഗത്തിൽ ഒരു CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിടുന്നത് ഈ സമീപ ചരിത്രത്തിലൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ആ കേസിന് അത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് സർക്കാരിനും ബോധ്യമായിട്ടുണ്ട്. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പാണ് മുഖ്യം. ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ വിഷയം തീർച്ചയായിട്ടും കേരളം മുഴുവൻ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ ദിവസവും ഇതിന്റെ കഥകൾ പുറത്തു വരുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്ന കഥകളാണ് പുറത്തു വരുന്നത്. അത് രാഷ്ട്രീയ കൊലപാതകം അല്ലത്. രാഷ്ട്രീയ കൊലപാതകമല്ല. ഒരു പാവം ഒരു വിദ്യാർത്ഥിയെ 3 ദിവസം ഇങ്ങനെ ക്രൂരതയുടെ മുൾമുനയിൽ നിർത്തിയതിനു ശേഷം അവൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിനു വേണ്ടി. അവന് അവിടെ പറയപ്പെടുന്നത്, അവിടെ വാലന്റൈൻസ് ഡേയിൽ ഫെബ്രുവരി 14 ഒരു പെൺകുട്ടിയുമായിട്ട് എന്തോ അപമര്യാദയായിട്ട് പെരുമാറി എന്ന് ആരോപിച്ചാണ്. അപ്പോൾ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മുൻപ് ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പഴയ വിദ്യാർത്ഥികളൊക്കെ അവരുടെ വെളിപ്പെടുത്തലുമായിട്ട് വരുന്നു. അവിടെ മാത്രമല്ല, നിരവധി കലാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അതെ, ഇവിടെ തന്നെ 2019-ലും 2021-ലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അന്ന് ആള് മരിച്ചില്ല എന്നേ ഉള്ളൂ, ബാക്കി എല്ലാ സംഭവവും നടന്നിട്ടുണ്ട്. ഇതിന് സമാനമായ അക്രമവും. പക്ഷെ അവിടെ ഒരു വിഭാഗം സീനിയർ വിദ്യാർത്ഥികൾ, ഇതിനു മുമ്പ് ഇന്നിപ്പോൾ ഒരു ചാനൽ പുറത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഭിന്നശേഷിക്കാരനായ ഒരു പൂർവ്വ വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥി ഇവന്മാരുടെ ശല്യം കാരണം പഠനം നിർത്തിപ്പോയി. ഭിന്നശേഷിക്കാരനായിട്ട് പോലും അവനോട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവനെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി മാനസികമായിട്ട് പീഡിപ്പിക്കാവുന്നതിന്റെ പരമാവധി പീഡിപ്പിച്ച് ഈ ഡീൻ എന്ന് പറയുന്ന ഈ കക്ഷി പോലും ഈ പീഡിപ്പിച്ചവന്മാരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഇവനെ ആക്ഷേപിക്കുക ചെയ്തെന്ന് നാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഡീനെ ഒന്നും നമ്മൾ ഒരിക്കലും വെള്ളപൂശിയിട്ട് ഒരു കാര്യമില്ല. കാരണം ഇയാളും ഇതിന് തുല്യമായിട്ടുള്ള കൾപ്രിറ്റാണ്. ഈ ആരോപണങ്ങളെല്ലാം CBI അന്വേഷണത്തിൽ വരുമായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ CBI അന്വേഷണം എന്ന് പറയുമ്പോൾ ഈ ചിത്രമൊക്കെ അങ്ങ് മാറും. അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ CBI അന്വേഷണത്തിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്താൽ തന്നെയും അതിന് കേന്ദ്രത്തിൽ നിന്ന് അനുമതി നേടാൻ തീർച്ചയായിട്ടും കേന്ദ്രം അനുമതി കൊടുക്കും. കാരണം ഗവർണർ ഇടപെട്ടിട്ട ഒരു കേസാണ്. ഗവർണറുടെ സമ്മർദ്ദം കൂടി ഉണ്ടായിട്ടാവണം ഒരു പക്ഷേ പിണറായി വിജയൻ ഇതിന് ഉത്തരവിട്ടിരുന്നത്. അദ്ദേഹം പിണറായി വിജയന് പ്രത്യേകം കത്ത് കൊടുത്തയച്ചു ഇത് CBI അന്വേഷണത്തിന് വിടണമെന്ന്. പിന്നെ കേന്ദ്രത്തിൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ചെന്നിട്ടുണ്ട്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയ സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇത്ര കാര്യം. നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ സമരം ചെയ്ത് ഊപ്പാട് വന്ന് അവസാനം കോടതിയിൽ പോയിട്ട് ചിലപ്പോൾ കോടതിയും തള്ളിക്കളഞ്ഞ് അപൂർവമായിട്ടാണ് കോടതി CBI അന്വേഷണത്തിന് ഉത്തരവ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു കൊലപാതക കേസ് സാധാരണഗതിയിൽ അങ്ങനെ CBI അന്വേഷിക്കാനൊന്നും വരുന്നത് പതിവല്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇൻസിഡന്റ് ആണെന്ന് രാഷ്ട്രീയത്തിനപ്പുറം. കാരണം ഇന്ത്യയിൽ ഒരു കലാലയത്തിലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈ പൂക്കോട് എന്ന് പറയുന്ന ഈ വയനാട്ടിലെ ഈ കലാലയത്തിൽ 2011 ആരംഭിച്ചതാണ് ഈ സാധനം. അപ്പോൾ അവിടെ ഇത്രയും ക്രൂരമായ വിദ്യാർത്ഥികൾ പരസ്പരം പീഡനം നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യാപ്തി വളരെ വലുതാണ്. പക്ഷേ അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. കാരണം രക്ഷകർത്താക്കളൊക്കെ തീർച്ചയായിട്ടും ഇപ്പൊ മക്കളെ എങ്ങനെ ഇത് ഓരോ കലാലയത്തിലേക്ക് അയക്കും, ആദ്യം വ്യാധിയും ഭീതിയിലുമാണ് അവർ കഴിയുന്നത്. അവർക്ക് തീർച്ചയായിട്ടും അവരുടെ മക്കളെ കുറിച്ച് ഉത്കണ്ഠയുണ്ട്, അവരുടെ ഭാവിയെക്കുറിച്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിലേക്കാണല്ലോ നമ്മുടെ മക്കളെ പറഞ്ഞു വിടേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ അവരുടെ ഉള്ളുരുകും. അപ്പോൾ അതുകൊണ്ടുകൂടി ഈ കേസ് അന്വേഷിച്ച് ഈ പ്രതികളെ തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ കൂടി ഒരു ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അതെ,
ഇനിയൊരു സിദ്ധാർത്ഥൻ ഉണ്ടാകരുത് എന്നുള്ള ഉദ്ദേശം വെച്ച് ഈ കേസ് CBI അത്ര കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകും. ഒരുപാട് കേസുകൾ പോലും CBI അന്വേഷിച്ചിട്ടും തെളിയിക്കപ്പെട്ടില്ല. പിന്നെ നമ്മുടെ പാലക്കാട് ശശീന്ദ്രൻ വധക്കേസ്, അങ്ങനെ ചില കേസുകൾ തെളിയാനുണ്ട്. ശശീന്ദ്രൻ മക്കളും കൊല ചെയ്യപ്പെട്ട നിലയിൽ കാണപ്പെട്ടു, തൂങ്ങി മരിച്ച നിലയിൽ യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്തെന്നാണ് CBI അന്വേഷണം. പക്ഷെ അത് വീണ്ടും അന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അത് CBI അന്വേഷണം ആണെങ്കിൽ പോലും അത് എത്ര കണ്ട് കാര്യക്ഷമമാകും? അതൊരു പ്രശ്നമാണ്. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം TP സെൻകുമാർ മുൻ DGP ഒരു ചാനലിൽ പറഞ്ഞ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഉദ്യോഗസ്ഥരാണ് ഡെപ്യൂട്ടേഷനിൽ പോകുന്നവരാണ് CBIയിൽ ഇരിക്കുന്നത്. അപ്പൊ അവർക്കും അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ടീമിനോടൊപ്പം വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ പക്ഷെ നമ്മൾ അങ്ങനെ കാട് കയറി ചിന്തിക്കുന്നേക്കാൾ നല്ലത് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഈ ഒരു കേസിൽ, കാരണം ഇത് അത്രയ്ക്ക് പ്രമാദമായ ഒരു കേസാണ്, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് CBI നരബലി പോലൊക്കെ അതേപോലെ തന്നെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. കാരണം ഇനി ആ സ്ഥാപനത്തിൽ ഇങ്ങനൊരു പീഡനം ഇനി ഒരു വിദ്യാർത്ഥിക്ക് ഏൽക്കേണ്ടി വരരുത്. ഇതിനിടയ്ക്ക് ഒരു പെൺകുട്ടി കുറ്റാരോപിതയായ ഒരു പെൺകുട്ടി ഒളിവിലാണെന്നും ഈ നിലവിലെ പോലീസ് അന്വേഷണത്തിൽ ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്തില്ലെന്നുമാണ് അറിയുന്നത്. പക്ഷെ CBI അന്വേഷണം അവിടെ പറയപ്പെടുന്നത് ഈ ക്യാമ്പസിൽ ഈ ആരെങ്കിലും ഒരു വിദ്യാർത്ഥിയെ ഒതുക്കണമെന്ന് മറ്റുള്ളവന്മാർക്ക് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം കൊണ്ടുവരുന്നത് ഈ പെൺകുട്ടിയുമായിട്ടുള്ള ആരോപണം ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ്. ഇത് ഇവരുടെ ഒരു സ്ഥിരം പതിവാണ്. അപ്പോൾ അത് ഈ സിദ്ധാർത്ഥനുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടിയുടെ കേസ് കൊണ്ടുവന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാവണം. കാരണം സിദ്ധാർത്ഥൻ അവിടെ നല്ല നിലയിൽ പഠിക്കുന്നു, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നന്നായിട്ടുണ്ട്, അവൻ ഫോട്ടോഗ്രാഫറാണ്, കലാകാരനാണ്, അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ഒരു വിദ്യാർത്ഥി. അപ്പോൾ തീർച്ചയായിട്ടും ഈ കൂടുള്ളവന്മാർക്ക് ഈ വിദ്യാർത്ഥിയോടുള്ള അസൂയാണ് ഇതിൻ്റെ പ്രധാനം. പിന്നെ പെൺകുട്ടികൾ ഒരുപക്ഷെ ഇവനുമായിട്ട് നന്നായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോട്ടപ്പുള്ളിയാക്കിയിട്ട് ഇവനെ അതിൽ നിന്ന് എങ്ങനെ അകറ്റാൻ പറ്റും, അതിന് കണ്ട മാർഗമാണ് ഒരു പെൺകുട്ടിയുടെ പരാതി എന്ന് പറയുന്നത്. അങ്ങനെ ആവാനേ വഴിയുള്ളൂ. നിലവിലിപ്പോൾ 6 മുഖ്യ പ്രതികളെ കസ്റ്റഡി വിട്ടിരിക്കുകയാണ്. അവരോട് തെളിവെടുപ്പും മറ്റു കാര്യങ്ങളോട് നടക്കുകയാണ്. പക്ഷെ പ്രാഥമികമായ പല തെളിവുകളും നഷ്ടപ്പെട്ടിട്ടില്ല. ഇതിനിടയിൽ തെളിവുകൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു പ്രധാന ഘടകം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ തൂങ്ങി മരിച്ച എന്ന് പറയപ്പെടുന്ന ബാത്റൂം, ഇപ്പോൾ ടോയ്ലറ്റിൻ്റെ കതക് ചവിട്ടിപ്പൊളിച്ചാണ് ഇവൻ കയറിയതെന്നാണ് ഈ പ്രതികൾ തന്നെയാണ് കയറിയതെന്ന് പറയുന്നത്. ആ സമയത്ത് ഡീനും അവിടെ എത്തിയിട്ടുണ്ട്. ഈ തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽ ഇപ്പൊ മുണ്ടിൽ തൂങ്ങി നിൽക്കുന്നു എന്നാണ് ഇവര് കൊടുത്തിരിക്കുന്ന മൊഴി. പക്ഷെ ആ ഇവൻ തൂങ്ങാൻ ഉപയോഗിച്ച മെറ്റീരിയൽ ഇതുവരെ പോലീസിന് കിട്ടിയിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ വളരെ നിർണായകമായ തെളിവുകളാണ്. പിന്നെ മറ്റൊരു രീതിയിൽ പറയുന്നുണ്ട്, ഇവനെ കെട്ടിത്തൂക്കിയതിന് ശേഷം 2 വിദ്യാർത്ഥികൾ അകത്ത് നിന്നിട്ട് കുറ്റിയിട്ടിട്ട് പുറത്ത് നിന്ന് 4-5 പേര് ഇത് ചവിട്ടിപ്പൊളിച്ചകത്ത് കയറുന്നു. കാരണം ഇത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള തെളിവ് നശിപ്പിക്കാൻ ചെയ്ത സംഭവങ്ങളാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ ആംബുലൻസ് ഡ്രൈവറുടെ മൊഴിയുണ്ട്. നേരത്തെ അറിയിച്ചത് മാത്രമല്ല വിവരം കൊടുത്തിരിക്കുന്നത്. അതായത് ഈ സിദ്ധാർത്ഥന്റെ ബോഡി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ സമയത്ത് സ്ട്രക്ചറിൽ തലയുടെ ഭാഗത്ത് നിന്ന് രക്തം വന്നിരുന്നു എന്ന് പറയുന്നത്. തൂങ്ങി മരിച്ചാണെങ്കിൽ രക്തം വരേണ്ട കാര്യം. ഉച്ചയ്ക്ക് 1:30 ബോഡി കൊണ്ടുപോയത്. ഉച്ചയ്ക്ക് 1:30 ഈ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അല്ല, FIR വൈകിട്ട് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. അതാ പറഞ്ഞത്, 1:30 മണിക്കാണ് ഇവര്. അല്ല, ആംബുലൻസുകാർ പറഞ്ഞത് ഉച്ചയ്ക്ക് വിളിച്ചു. ഉച്ചയ്ക്ക് വിളിച്ചു. 1:30 മണിക്കാണ് തൂങ്ങിയിരിക്കുന്നതായി കണ്ടതായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി തെളിവുകൾ ലഭിക്കാനുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന്റെ മരണകാരണം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഈ ടോയ്ലറ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ പ്രതികളിൽ നിന്ന് ലഭിക്കേണ്ട മൊഴിയുടെ അടിസ്ഥാനത്തിൽ വേണം ഇനി കണ്ടെത്താൻ. അതിന് CBI തീർച്ചയായിട്ടും നല്ല നിലയിൽ ഈ പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. ഇതിനിടയ്ക്ക് CBI അന്വേഷണം ഏറ്റെടുക്കുന്നത് വരെ സംസ്ഥാന പോലീസ് അന്വേഷണം തുടരുമോ? ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്നല്ലേ പറയുന്നത്. അതെ, CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തെങ്കിൽ പോലും അന്വേഷണത്തിന്റെ ഉത്തരവ് വരുന്നവരെ സംസ്ഥാന പോലീസ് അന്വേഷണം നടത്തും. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പ്രതികളെ കൊണ്ട് തെളിവെടുപ്പ് നടത്തുന്നതാണല്ലോ പറയപ്പെടുന്നത്. ഇപ്പോഴും കൊലപാതകമാണെന്ന് പോലും പറയുന്നില്ല, അവര് അത് സ്ഥിരീകരിക്കുന്നില്ല. അതൊക്കെ ഇനി എനിക്ക് തോന്നുന്നത് CBIക്ക് പരമാവധി ഇവര് ഇതിന്റെ എവിഡൻസ് എടുത്തതിന് ശേഷം CBIക്ക് കൈമാറാൻ വേണ്ടിയായിരിക്കും. അപ്പം അതല്ല, ഇതിനിടയ്ക്ക് ഇപ്പം തെരഞ്ഞെടുപ്പ് ചൂടായി. ഇപ്പം ഈ ആഴ്ചയിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും. അപ്പോൾ ചിത്രങ്ങൾ മാറും, എല്ലാവരും തെരഞ്ഞെടുപ്പിൻ്റെ പുറകെ പോവും. CBI അന്വേഷണം ശുപാർശ ചെയ്തെങ്കിലും CBI അന്വേഷണം ഏറ്റെടുക്കണം. അപ്പോൾ അതിനൊരുപാട് കാലതാമസം വരും. ഇതിനിടയ്ക്ക് ഈ സിദ്ധാർത്ഥൻ്റെ കേസ് ബാക്കിലോട്ട് പോകും. അല്ല, അത് സിദ്ധാർത്ഥൻ്റെ കേസിൽ ഇപ്പോൾ അവൻ്റെ കുടുംബം എന്തായാലും കൂടെ ഉണ്ട്.
അവർ വളരെ വിജിലൻ്റായിട്ട് ഇതിൻ്റെ ഒപ്പം ഉണ്ട്. മറ്റുള്ളവർ പോയില്ലെങ്കിലും പിന്നെ ഈ ഗവർണറുടെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് ഇതിൽ. അദ്ദേഹത്തിൻ്റെ ഒരു മോണിറ്ററിങ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ അവരെ പറ്റിക്കാനൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അന്വേഷണം കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ രാജൻ കേസിൻ്റെ ഒരു ജാഗ്രത അതിൻ്റെ ബന്ധുക്കൾ പിതാവ് ഏറ്റെടുത്തതുപോലെ ഈ സിദ്ധാർത്ഥൻ്റെ കേസിലും യഥാർത്ഥത്തിൽ അവർ ഇതിൻ്റെ പിന്നിൽ നിന്നാണ്. അച്ഛനും ബന്ധു ഒരു അമ്മാവൻ ഒക്കെ അവർ രണ്ടുപേരും ഇതിനു വേണ്ടി ഇതിൻ്റെ പുറകിൽ നിന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി പറഞ്ഞിട്ട് CBI അന്വേഷണത്തിന് കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഏതായാലും ഉടനെ തന്നെ മുഖ്യമന്ത്രി അതിനെ സമ്മതിക്കുകയും ചെയ്തു. അതൊക്കെ വളരെ വേഗത്തിൽ കഴിഞ്ഞു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. ആ പ്രതിപക്ഷം അവിടെ കോൺഗ്രസിന്റെ പോഷക സംഘടനാ നേതാക്കൾ അവിടെ സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരം കിടന്നുമല്ലോ, ആറ് ദിവസം. ഇതിന്റെ ഇമ്പാക്റ്റുകളാണ്. അതും അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് സർക്കാർ അംഗീകരിക്കുമെന്ന് അറിയത്തില്ല. സർക്കാർ ഇവരാണ് ബന്ധുക്കള്. ഈ ഒരു യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് തന്നെയാണ് കാര്യം. അവർക്കറിയാം ഈ വിഷയം ഇത് കത്തിക്കയറും, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. പിന്നെ ഈ SFIയെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇതിപ്പോൾ കലാലയങ്ങളിൽ മുഴുവൻ SFIയുടെ വിളയാട്ടം മൂലം ഇപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരള സർവകലാശാല യുവജനോത്സവം അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അലങ്കോലപ്പെട്ട് കലാപോത്സവമായി മാറി. ജഡ്ജസിനെ അറസ്റ്റ് ചെയ്യുന്നു, കോഴ വാങ്ങിയെന്ന് ആരോപണം വരുന്നു. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ. പിന്നെ ചില വിദ്യാർത്ഥികളെ തെരഞ്ഞു പിടിച്ച് ഈ SFI എന്ന് പറയുന്നവന്മാർ പോയി അടിക്കുവാക്കുന്നു. പക്ഷേ ആദ്യമായിട്ട് നല്ല രീതിയിൽ പ്രതിഷേധിക്കാൻ പെൺകുട്ടികളടക്കം മുന്നോട്ട് വന്നത്. സാധാരണ ഇത്തരം യുവജനോത്സവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ പല യുവജനോത്സവങ്ങളും മുമ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ളപ്പോഴെല്ലാം ഈ പിന്നെ SFI ആണല്ലോ അവിടെ എല്ലാം ഈ ക്യാമ്പസുകളിൽ കലോത്സവങ്ങൾ നിയന്ത്രിക്കുന്നതും നടത്തുന്നതെല്ലാം വർഷങ്ങളായിട്ട്. അപ്പോൾ അവിടെയെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ട് പോയി ഓരോരുത്തരെ ഇടി കൊടുക്കുന്നതൊക്കെ നമ്മളെത്രയോ കണ്ടിരിക്കുന്നു. പക്ഷെ ആ ഇടി കൊണ്ടവരെല്ലാം വളരെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, എതിർക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ കൊണ്ടുകൊണ്ട് പോകുന്നതാണ് നമ്മൾ തുടങ്ങി. ഇപ്പോഴാണ് അത് കാരണം എന്ന് പറഞ്ഞാൽ ഈ KSU വിജയിച്ച കുറേ കോളേജുകളുണ്ട്. KSU യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഈ കോളേജുകളിലെ വിദ്യാർത്ഥികളെ തെരഞ്ഞുപിടിച്ചായിരുന്നു ഇപ്പോൾ മർദ്ദിച്ചത്. പക്ഷെ അവർ ശക്തമായിട്ട് അതിൽ പിന്നെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നു. മാറിവാനിയസ് കോളേജിന്റെ കോളേജ് അധികൃതർ ഗവർണർക്ക് വരെ പരാതി കൊടുത്തു. അപ്പോൾ അതൊക്കെ വളരെ പിന്നെ നല്ല രീതിയിൽ അവർ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. എന്തായാലും നേരറിയാൻ CBI എത്തട്ടെ. ഇനിയൊരു സിദ്ധാർത്ഥൻ ഉണ്ടാകാതിരിക്കട്ടെ. അടുത്ത വിഷയമായി വീണ്ടും കാണാം. നമസ്കാരം.